ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കട്ടോ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ രാവിലെ കിച്ചണിലൊക്കെ വന്ന് വാതിലൊക്കെ തുറന്ന് ഒന്ന് പുറത്തേക്കൊക്കെ നോക്കിയപ്പോൾ ഇന്ന് കുറച്ച് നല്ല വെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് മഴ ഒന്നുമില്ല തോന്നുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് എന്നും മഴയാണല്ലോ. ഇപ്പം എന്തായാലും നല്ല തെളിച്ചൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മളെ ഹോം ഷോപ്പിലത്തെ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് കേട്ടോ. ഈ ക്യാരറ്റ് സേമിയ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് പുട്ടാണെന്ന് ഉണ്ടാക്കുന്നത്. ഇത് കുടുംബശ്രീൻ്റെ ഉൽപ്പന്നമാണ് കേട്ടോ. ഈ എന്താ പറയുക, കെമിക്കലും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ്. ക്യാരറ്റ് സേമിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ കളറ് ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ. നല്ല കളർ ഉണ്ടാവും കേട്ടോ. കളറ് ചേർത്തിട്ടാണത്. ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള കളറ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ എന്താ പറയുക, നമ്മളെപ്പോലെയുള്ള വീട്ടമ്മമാർ വീട്ടിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത്. അപ്പോൾ നല്ല വൃത്തിയിൽ കഴുകി ഉണക്കി പൊടിച്ചൊക്കെ വരുന്നതാണ്. അപ്പോൾ നിങ്ങളെ വീടുകളിൽ കൂടെയൊക്കെ ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് നമ്മളെ ഹോം ഷോപ്പിലത്തെ HSOമാർ വരുമ്പോൾ ഓരോ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളണ്ടി കേട്ടോ. ചിലപ്പം കടയിൽ നിന്ന് വാങ്ങിക്കണേക്കാട്ടിലും ഒരു 5 രൂപയൊക്കെ ചിലപ്പോൾ കൂടുതലുണ്ടാവും, 5 10 ഒക്കെ ആയിട്ട്. നല്ല സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. അധികം ഒന്നും ഉണ്ടാവില്ല, ഒരു 5 10 ഒക്കെ ചിലപ്പോൾ കൂടുതലുണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഞാനിതാ ഇത് വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. അപ്പം ഇതാ ആവശ്യത്തിനുള്ള ക്യാരറ്റ് സേമിയ ഞാനൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വെള്ളം ഒഴിച്ചിട്ടേ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ നല്ലോണം കുതിർന്ന് കിട്ടും. അപ്പോൾ പെട്ടെന്ന് വേവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് പുട്ടുണ്ടാക്കിയാലും അതേപോലെ തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കുക, പായസം ഉണ്ടാക്കുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനതവിടെ വെള്ളം ഒഴിച്ചാണ്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ അല്ലേ ഇനി പുട്ടുക്ക്. അപ്പോൾ ഞാൻ തേങ്ങ പോയിട്ട് പൊളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ തേങ്ങ പൊട്ടിച്ചിട്ട് വെള്ളം കളഞ്ഞു എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. അതിൻ്റെ ലോങ് വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം. പിന്നെ എന്താ പറയുക, തേങ്ങ വെള്ളം കളഞ്ഞ നീ ഒരു അഹങ്കാരിയാണ് നോക്കിയാണ് കേട്ടോ അതിൽ കമൻറ്റ് ഉണ്ടായിരുന്നത്. ഞാനത് കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഞാനത് ആ ഷോർട്ട് വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ ഞാൻ എന്താ വെച്ചാൽ, ഞാൻ തേങ്ങ വെള്ളം തേങ്ങ പൊട്ടിച്ചിട്ട് ആ തേങ്ങയോടൊക്കെ തന്നെ എൻ്റെ വായ്ക്ക് വെച്ചിട്ട് ഞാൻ കുടിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വേറൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, ആ വായ വെച്ചിട്ട് തേങ്ങ വെള്ളം കുടിച്ച തേങ്ങയിട്ടാണോ ഞാൻ എള്ളും കടലയൊക്കെ വറുത്ത് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലേനു. ആ വീഡിയോയിലാണ് കേട്ടോ അത്. അങ്ങനെയാണോ അതുകൊണ്ടാണോ വായ വെച്ച് കുടിച്ച തേങ്ങ കൊണ്ടാണോ അത് ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഇനി ആ ഒരു കമൻറ്റ് ഇനി അതിൽ വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ പറയുക, ആ തേങ്ങ വെള്ളം കുടിക്കണത് അതിൽ കാണിച്ചില്ല. അതാണ് കേട്ടോ. അപ്പോൾ അതിന് ഒരുപാട് കമൻറ്റുകളുണ്ട് അതിൻ്റെ ചോട്ടിൽ. പിന്നെ ഞാനത് മൈൻഡ് ചെയ്തില്ല. എന്താ പറയുക, നമുക്കറിയാലോ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത്. വായ വെച്ച് കുടിച്ചിക്കണ്. അതുകൊണ്ട് ആ തേങ്ങ കൊണ്ട് തന്നെയാണ് ഞാൻ ആ എള്ളും കടലൊക്കെ വറുത്തത്. നമ്മൾ പുറത്തേക്ക് ആർക്കും ഉണ്ടാക്കി കൊടുക്കുമെന്നല്ല, നമ്മളെ വീട്ടിലുള്ള നമ്മളെ കുട്ടികൾക്കും നമുക്കും കഴിക്കാനാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണത്. അപ്പം ഞാനും എൻ്റെ മക്കളും ഇനിയിപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഒരു പാത്രത്തിൽ നിന്ന് തിന്നും, ഒരു പാത്രത്തിൽ നിന്ന് കുടിക്കും, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ. അപ്പം ഇനി ഒരിക്കൽ ഒന്നും ഇത് വീഡിയോ കാണുമ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ അതേപോലെ കമൻ്റ് ഇട്ട ആൾക്കാർക്ക് എന്തെങ്കിലും തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പം ഇന്ന് തേങ്ങ വെള്ളം ഞാൻ പൊട്ടിച്ചിട്ട് വേഗം ഗ്ലാസ്സിലാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടോ. അപ്പം നമ്മളെ ക്യാരറ്റ് സേമിയ ഉണ്ടല്ലോ, ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ, അത് ഞാൻ ഒന്ന് ഊറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു ഓട്ടുള്ള പാത്രത്തേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് ചോർന്ന് വരട്ടെ. പിന്നെ വേഗം പുട്ട് ചൂടാനുള്ള തൂക്കിൽ വെള്ളവും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ക്യാരറ്റ് സേമിയയിൽ നമ്മൾ ഉപ്പിട്ടല്ലോ, ആ ഉപ്പിട്ടാണ്ട് അത് പിന്നെ വെള്ളം ഒഴിച്ചാണ്ട് കഴിക്കുമ്പോൾ ആ ഉപ്പിൻ്റെ ഇത് പോകൂലേ എന്നൊക്കെ തോന്നും നിങ്ങൾക്ക്. പക്ഷെ ഉണ്ടാവും കേട്ടോ. അതിൽ കുറച്ചധികം ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ സാധാരണ പുട്ട് ചൂടുന്ന പോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ക്യാരറ്റ് സേമിയ ഇട്ട് കൊടുക്കുക. അങ്ങനെ ലെയറായിട്ട് ചെയ്താൽ മതി. പിന്നെ ഈ സേമിയൻ്റെ വലിപ്പം കുറക്കണമെങ്കിൽ നമ്മൾ വെള്ളത്തിലിടുന്നതിൻ്റെ മുന്നേ കൈകൊണ്ട് നല്ലോണം ഒന്ന് ഞെരടിയാണ്ട് ചെറുതാക്കണമെങ്കിൽ അങ്ങനെ ചെറുതാക്കട്ടോ. ഞാൻ അപ്പോൾ ചെറുതാക്കിയിട്ടൊന്നുമില്ല, അതിലില്ല ആ ഒരു വലിപ്പത്തിൽ തന്നെയാണ് പിന്നെ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പുട്ടുകുറ്റിയൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് സേമിയവും അതേപോലെ തന്നെ തേങ്ങയൊക്കെ ഇട്ടാണ്ട് എളുപ്പം ആവി വരും കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട. പിന്നെ എൻ്റെ പുട്ടും കുറ്റിക്ക് ഇത് ഇങ്ങനെ പിടിക്കണ ആ ഒരു പിടുത്തല്ല കേട്ടോ. അപ്പം കൈ പൊള്ളും. വലിയ തുണി വേണം എടുക്കാൻ. ഒഴിവാക്കാനിട്ട് തോന്നില്ല. കുറേ കാലമൊക്കെ കേട്ടോ ഞാൻ അത് വാങ്ങിയിട്ട്. ഒരുപാട് കാലമായി ഈ പുട്ടും കുറ്റി തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ അത്ര വലിപ്പമൊന്നുമില്ല, ചെറുതാണ്. കുറേ പ്രാവശ്യം പുട്ടുണ്ടാക്കുകയൊക്കെ വേണം, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെറുതെ എന്താ പറയുക,
കുഴപ്പമൊന്നുമില്ലാതെ പിന്നെ മാറ്റേണ്ട ആവശ്യമില്ലല്ലോ, പുതിയത് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അതിൽ തന്നെ പുട്ടുണ്ടാക്കൽ. കണ്ടില്ലേ, ചെറിയ ചെറിയ പുട്ടേക്കാരട്ടോ. പിന്നെ നീളമില്ലെങ്കിലും വണ്ണമൊക്കെ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ രണ്ടാൾക്ക് കഴിക്കാനുള്ള പുട്ടുണ്ടാവും കേട്ടോ. എന്നാലും ഒരു പുട്ടും കുറ്റി തന്നെ. അപ്പോൾ നമ്മൾ ക്യാരറ്റ് സേമിയം കൊണ്ടുള്ള പുട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിക്ക് കറിയൊന്നും വേണമെന്നില്ല കേട്ടോ. പിന്നെ കറി ഇല്ലെങ്കിലും പഴമൊന്നും ഇല്ലെങ്കിലും വെറുതെ നമുക്ക് ചായൻ്റെ കൂടെ തന്നെ അങ്ങനെ കഴിക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഒന്ന് കറിയില്ല പഴമൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെയാണ് ഞങ്ങളും കഴിക്കുന്നത്. അങ്ങനെ ദാ ഞാനൊരു പ്ലേറ്റിക്ക് ഒരു കഷ്ണം പുട്ടൊക്കെ എടുത്തിക്കണം. അതേപോലെ നമ്മളെ കട്ടൻ ചായയും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് ക്യാരറ്റ് സേമിയൊക്കെ വെച്ചിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ കേട്ടോ. പിന്നെ അതേപോലെ ക്യാരറ്റ് സേമിയ മാത്രമല്ല റാഗി സേമിയ ഉണ്ട് കേട്ടോ നമ്മളെ ഹോം ഷോപ്പ് പ്രൊഡക്റ്റിൽ. റാഗിൻ്റെ കാര്യം പിന്നെ ഞാൻ പറയണ്ടല്ലോ, റാഗി എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആ ഭാഗത്ത് കൂടെ എച്ച്.എസ്.ഒമാർ വരികയാണെങ്കിൽ നിങ്ങൾ ഓരോ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണ്ടിട്ടോ. പിന്നെ നമ്മൾ റിച്ച് മോദിൻ്റെ അടിയിൽ വന്നീനി കേട്ടോ, എൻ്റെ പേഴ്സൊക്കെ കൊണ്ട് വന്നീനി. ഇന്ന് ചിക്കൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞാണ്ട്. അപ്പോൾ ഓന് ചിക്കൻ വാങ്ങാൻ പൈസ ഒക്കെ എടുത്തു കൊടുത്തീനി. അപ്പോൾ ഇതാ ചിക്കനൊക്കെ കൊണ്ട് വന്നിക്കണം കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ ഒന്ന് ചിക്കൻ കറിയും നെയ്ച്ചോറും ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മീനൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ പാത്രം കൊണ്ടുപോയാണ്ട് അങ്ങനെ വാങ്ങിക്കൽ കേട്ടോ. അതിപ്പോൾ ചിക്കൻ കടയിൽ നമ്മൾ വാങ്ങിക്കൊണ്ടിരില്ല. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവർ 2 എണ്ണം ഉണ്ടാവും. അപ്പോൾ അതിൽ ആ ഒരു ബ്ലഡ് കളഞ്ഞാണ്ട് അപ്പം തന്നെ കഴുകിയാണ്ട് അപ്പം തന്നെ നമ്മളെ വേസ്റ്റ് ഇടുന്ന കവർക്ക് ഇടില്ല കേട്ടോ. ആദ്യമൊക്കെ ഉണക്കിയൊക്കെ ചെയ്തിനി. ഇപ്പോൾ ഉണക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ലല്ലോ, എപ്പോഴും മഴയാണ്. പിന്നെ പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാൽ പട്ടികളും പൂച്ചകളും ഒക്കെ കടിച്ച് വലിച്ച് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിടും. അപ്പോൾ മഴക്കാലമാകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് പുറത്തൊക്കെ കൊണ്ടുപോയി വെച്ചു. പിന്നെ അതാ ചിക്കനൊക്കെ കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കന് ഞാൻ സിങ്കിലിട്ടിട്ട് തന്നെയാണ് ഇപ്പോൾ കഴുകുന്നത്. സിങ്കിൽ അതിലത്തെ വെള്ളം ഒഴിക്കലൊന്നുമില്ല. വെള്ളമല്ല, നമ്മൾ ഫസ്റ്റ് കഴുകുമ്പോൾ അതിലത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതോ ഓരോന്നിങ്ങനെ ഈ ഓട്ടപാത്രത്തേക്ക് അങ്ങനെ കഴുകിയിട്ട് കൊടുക്കലാണ് കേട്ടോ. അതിമത്തെ ആ വഴുവഴുപ്പും കച്ചറകളൊക്കെ ആ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് നല്ലത് മാത്രം ഈ ഓട്ടപാത്രത്തേക്ക് ഇട്ടിട്ട് ബാക്കിയുള്ള വേസ്റ്റ് പുറത്ത് കൊണ്ടുപോയിട്ട് കളയും. സിങ്ക് തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ സിങ്ക് അടയാനും സാധ്യതയാണ്. അതേപോലെ തന്നെ പിന്നെ ഒരു സ്മെല്ലും വയ്ക്കാരും. അപ്പോൾ അങ്ങനെ ആ ചിക്കനൊക്കെ കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ളത് ഞാനിപ്പോൾ ഈ ഓട്ടപാത്രത്തേക്ക് ഇട്ട് കൊടുത്തിക്കണ്, വെള്ളമൊക്കെ ചോരാൻ വേണ്ടിയിട്ട്. കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനായാലും ബീഫായാലും മീനായാലും ഒക്കെ കൊണ്ടുവന്നാൽ കുറച്ച് അധികം ഉണ്ടെങ്കിൽ കുറച്ച് മാറ്റി വെക്കും. നമ്മൾ പിന്നെ ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് എടുത്ത് കുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ചാണ്ട് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇനി 2 ദിവസമോ 3 ദിവസമോ 4 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ. ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും മീനാണെങ്കിലും ഒക്കെ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു. പിന്നെ ഈ പുട്ട് ചുടുന്നതിൻ്റെ ഇടയിലേ ഇവിടെ കുറച്ച് പരിപാടി ഉണ്ടായിന് കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കണ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടേ ഇനി ചിക്കനാണെങ്കിലും മീനാണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും കറി വെക്കുമ്പോഴൊക്കെ ഇത് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാരം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കൽ. ഒരു 3-4 പച്ചമുളക് കഴുകിയിട്ട് ഇതേപോലെ ജാർക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചിനെക്കാട്ടിലും കുറച്ച് അധികം വേണം കേട്ടോ വെളുത്തുള്ളി. അപ്പോൾ ഇത് കുറേ ദിവസത്തിന് മാസക്കണക്കിനൊന്നും സ്റ്റോർ ചെയ്ത് വെക്കാനല്ല കേട്ടോ. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, ഒരു 4-5 ദിവസത്തിനൊക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിലേ പിന്നെ അപ്പോൾ അതാ ഞാൻ വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഇഞ്ചി ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി ആവണം കേട്ടോ കൂടുതൽ. അപ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ട്, നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെ വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് മുന്നിട്ടിക്കണം. അപ്പോഴാണ് മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതേപോലെ ഇഞ്ചി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ ഒരു 1.5 സ്പൂണ് സുർക്ക ഉണ്ടല്ലോ, വിനാഗിരി, അതും ചേർത്തിക്കണം കേട്ടോ. പിന്നെ 1 സ്പൂണ് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ച് കൊണ്ടുവരിക. എന്നിട്ടൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 ദിവസമൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. നമ്മളപ്പം ഉണ്ടാക്കിയ പോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ട് കിട്ടും. കളറൊന്നും മാറില്ല. അതേപോലെ തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും മീൻ ഫ്രൈ ചെയ്യുമ്പോഴും ബീഫ് ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ഇത് കുറച്ചെടുത്തിട്ട് നമ്മളെ മസാലയിൽ ചേർക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യിക്കാറ് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നത് മാത്രമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യൽ. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ അത്രയും ഉറപ്പിച്ച് പറയുന്നത് കേട്ടോ. അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. ചിലർ ഉണ്ടാക്കലുണ്ടാവും, പക്ഷേ കറിവേപ്പിൻ്റെലൊന്നും ചിലപ്പോൾ ചേർക്കലുണ്ടാവില്ല. നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടിട്ടോ. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്തായാലും എനിക്ക് ഒഴിവല്ലേ, അപ്പോൾ കുറച്ച്
ടൈം കിട്ടിയപ്പോൾ അങ്ങനെ വെളുത്തുള്ളിയൊക്കെ കുറച്ച് തൊലി കളഞ്ഞ് പേസ്റ്റാക്കി അങ്ങനെ വെച്ചതാട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴുകി വെച്ചിക്കണമല്ലോ, ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു മസാല വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം ചിക്കൻ കറി. അപ്പോൾ ഇതാ ഒരു പാത്രത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതേപോലെ തന്നെ വലിയ ജീരകം പൊടിച്ചതും കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാലയും ചേർത്താണ്ട് പിന്നെ ഒരു 1.5 സ്പൂൺ കോൺഫ്ലവറും പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് സുർക്കയും ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സുർക്കക്ക് പകരം നാരങ്ങ നീര് ചേർത്താലും മതി കേട്ടോ. നാരങ്ങ നീരാണ്, നാരങ്ങ എന്ത് ഫുഡൊക്കെ ചേർക്കുകയാണെങ്കിലും ടേസ്റ്റ് കൂട്ടും ആ ഒരു ഫുഡ്, അങ്ങനെയാണല്ലോ. അപ്പം നാരങ്ങ ഇല്ലേനി അപ്പോൾ ഞാൻ സുർക്ക ചേർത്ത് കൊടുത്തു. നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ കൈകൊണ്ട് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കനായിക്ക് ഇട്ടിട്ട് നമുക്ക് മസാല തേച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ മസാലയൊക്കെ നല്ലോണം ഇതിൽ പിടിക്കും. നമ്മൾ ചിക്കൻ മസാലയൊക്കെ ചേർത്തിക്കണം കേട്ടോ അതിലേക്ക്. അപ്പോൾ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിവിടെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കട്ടെ കേട്ടോ, ഉപ്പ് മുളകൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ചോറ് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചരി ഉണ്ടല്ലോ, നമ്മൾ നൂൽപുട്ടും അപ്പൊക്കെ ചുടുന്ന സാധാ പച്ചരി അത് വെച്ചിട്ടാട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതും ഒരു സിമ്പിൾ നെയ്ച്ചോറാണ്. അപ്പോൾ ഞാനൊരു 3 കപ്പ് പച്ചരി ആട്ടോ എടുത്തിനി. അത് കഴുകിയാണ്ട് ഓട്ടപാത്രത്തിൽ ഇട്ട് വെച്ചിനി വെള്ളമൊക്കെ ചോരാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കുക്കർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ തന്നെ എടുക്കുന്നുണ്ട്. കാരണം ഇത് റേഷൻ കടയിലത്തെ അരിയാണ്, ഇതിന് കുറച്ച് വേവുണ്ടാവും, സാധാ പച്ചരിൻ്റെ പോലെ അല്ല കേട്ടോ. പിന്നെ ഇതിക്ക് നമ്മൾ ചൂടുവെള്ളമൊന്നുമല്ല കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്, പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അരി ഇട്ട് കൊടുത്താൽ ആദ്യം, പിന്നെ വെള്ളം അളന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു ചെറിയൊരു സവാളൻ്റെ കഷ്ണം, അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പല്ല സോറി ഏലക്കായ, കറാമ്പൂ, പട്ട അങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റൈസൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് അരിഞ്ഞിട്ട് അതും ചേർത്തിട്ടുണ്ട്. ഇനി 2 സ്പൂണ് നെയ്യുമാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എളുപ്പമാട്ടോ ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ. ഒറ്റ വിസിൽ മതി, ഒറ്റ വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ അതിൻ്റെ ആ ഒരു പ്രഷർ കുറച്ചൊന്ന് പോയതിന് ശേഷം തുറക്കണം കേട്ടോ. മുഴുവൻ പ്രഷർ പോവാൻ നിൽക്കരുത്. മുഴുവൻ പ്രഷർ പോയി കഴിഞ്ഞാൽ ചിലപ്പം കഞ്ഞിയാവും. കാരണം വേവേറി കഴിഞ്ഞാലേ, ഞാൻ പറഞ്ഞില്ലേ ഇത് സാധാ പച്ചരിയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ കുക്കറൊക്കെ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പോൾ എളുപ്പമാണ് ഇങ്ങനത്തെ ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ. ഇനിയിപ്പോൾ ചിക്കൻ കറിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, ചിക്കനൊക്കെ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കണമല്ലോ. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ കേട്ടോ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ നല്ലോണം അങ്ങോട്ട് മൊരിച്ച് ഫ്രൈ ചെയ്തെടുക്കൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അപ്പുറം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഒറ്റ പ്രാവശ്യമാക്കി ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ ഓയിൽ നമ്മൾ കുറച്ചല്ലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 2 വട്ടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ ഒരുപാട് ഓയിലൊന്നും വേണ്ട, നമ്മളിപ്പോൾ ഈ ഒഴിച്ചു കൊടുത്ത ഓയിലുണ്ടല്ലോ ആ ഒരു ഓയിൽ തന്നെ മതി കേട്ടോ. പിന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ എടുത്തിട്ട് ആ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ ആ സവാളയൊക്കെ വഴറ്റിയെടുക്കുകയും ചെയ്യുക. അപ്പം അങ്ങനെ വേറെ ഓയിലൊന്നും പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കൂല. അപ്പോൾ കേട്ടോ ഇതായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ അത് അത്ര എളുപ്പം കൊണ്ട് കഴിഞ്ഞോ തോന്നും. അത് നമ്മൾ എഡിറ്റ് ചെയ്ത് കളയണതാണ് കേട്ടോ. കുറച്ച് നേരമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പായി. ഇനി ബാക്കിയുള്ളതും അതേപോലെ തന്നെ അതിക്കിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ സവാളയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇതിക്ക് ചെറിയ ഉള്ളിയൊക്കെ വേണമല്ലോ, അപ്പോൾ അതൊക്കെ അതിൻ്റെ അടിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ആയി വരുമ്പോഴത്തേന് സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. സവാള അരിയാനേ എൻ്റെ കയ്യിൽ ഈ ഒരു സ്ലൈസർ ഉണ്ടായപ്പോൾ നല്ല സുഖം കേട്ടോ. ഇതുമ്പോൾ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നൈസായിട്ട് കിട്ടും കേട്ടോ സവാള. അതേപോലെ തന്നെ എളുപ്പം കഴിയുകയും ചെയ്യും. പിന്നെ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കണ പോലെയല്ല കേട്ടോ, എളുപ്പമാവും. അപ്പോൾ അതൊക്കെ സ്ലൈസ് ചെയ്ത് ഒക്കെ അവിടെ മാറ്റി വെച്ച് അപ്പോഴത്തേന് ഇതാ ചിക്കനും ആയി. ഇനി ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് നല്ലോണം എരിവൊക്കെ ഉള്ള ചിക്കൻ കറി ആയിട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഈ ഒരു ചട്ടിയിൽ ഇതിൻ്റെ അടിയിൽ കുറച്ച് മസാലകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് അയിമെന്ന് ആയതാണ് അതൊക്കെ നമ്മൾ സവാളയൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ ആ എണ്ണയിൽ തന്നെ ആ എണ്ണയിലും ആ മസാലയിലും അതൊക്കെ പിടിക്കും കേട്ടോ. അത് ചട്ടിൻ്റെ അടിയിൽ പിടിച്ചതൊന്നും അല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നും ചിലപ്പോൾ. അപ്പോൾ സവാളയ്ക്ക് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. അടച്ചു വെച്ചിട്ട് സവാള നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം.
അപ്പോൾ ചിക്കൻ കറിയൊക്കെ പലരും പല രീതിയിൽ ഉണ്ടാക്കൂലേ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓരോ മാറ്റങ്ങളൊക്കെ അങ്ങനെ വരുത്തും. അപ്പോൾ സവാള അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളതാ പിന്നെ നെയ്ച്ചോറുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു പ്രഷർ പകുതി പോയിട്ടുണ്ടേനി. പിന്നെ ഞാൻ ബാക്കി കളഞ്ഞു കേട്ടോ. എന്നിട്ട് ഇതാ തുറന്ന് നോക്കിയപ്പോൾ ചോറൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ കുക്കറിൽ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ വേവേറും. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടോ. ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതേപോലെ സവാള ഒന്നും ഫ്രൈ ചെയ്തൊന്നും ചേർത്തിട്ടില്ല. എന്നാലും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തല്ലോ, അപ്പോൾ ആ ഒരു നെയ്യിൻ്റെ ടേസ്റ്റ് നല്ലോണം ഉണ്ടാവും ചോറിൽ. പിന്നെ അല്ലെങ്കിലും നമ്മൾ കുക്കറിൽ നെയ്ച്ചോറ് വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്താ സാധാ നമ്മൾ പാത്രത്തിൽ വെക്കണക്കാട്ടിലും ടേസ്റ്റ് കൂടുതൽ തോന്നലുണ്ട്, എനിക്ക് തോന്നലുണ്ട് കേട്ടോ. നമ്മളതിൽ ചേർത്ത ആ ഒരു നെയ്യൊക്കെ കറക്റ്റായിട്ട് ആ വറ്റുമ്പോൾ നല്ലോണം പിടിച്ച് നല്ല ഉഷാറായിട്ട് കിട്ടും. അപ്പം ചോറൊക്കെ വേറെ പാത്രത്തേക്ക് ആക്കി അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ സവാളയൊക്കെ വഴന്നോ നോക്കിയപ്പം ഏകദേശം വഴന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിക്കും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത്. പിന്നെ വലിയൊരു തക്കാളി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തു. ഇനി തക്കാളി ഒന്ന് ഉടഞ്ഞു വരണമല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ട് പിന്നെ ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ കേട്ടോ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടേനി. അടച്ചു വെച്ചത് ആ തക്കാളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ തവി വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മസാലപ്പൊടികൾ ചേർത്തപ്പം മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറന്നിരിക്കണം കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, വലിയ ജീരകം പൊടിച്ചത് അതൊക്കെ ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഞാൻ അപ്പോൾ ചേർക്കാൻ വിട്ടുപോയി. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാട്ടോ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ചിക്കൻ കറിക്ക് ഒരു മഞ്ഞ കളർ ഇല്ല തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തോന്നിയല്ലെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ടാണ് ഫ്രൈ ചെയ്തത്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയാണ് കേട്ടോ, ഒരു മറവിൻ്റെ ആസാമിയാണ് ചിലപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചേർക്കണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അത് മറക്കും. അപ്പോൾ എന്തായാലും ഞാൻ പൊടിയുള്ള പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷത്തേക്ക് കുറച്ച് ചില്ലി സോസും കുറച്ച് സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടെ വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ കറിയിലേ വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ ഇതേപോലെ അങ്ങനെ ഗ്രേവിയോട് കൂടിയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ തന്നെ മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആവിയിൽ കടന്നിട്ട് അങ്ങനെ വെന്തോളും. ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതാണ്, എന്നാലും കുറച്ചും കൂടെ വേവാനുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കിയ ജാറുണ്ടല്ലോ അതിൽ കുറച്ച് വെള്ളം ആ ജാറ് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ചാറുകറി ആയിട്ടാണ് വേണ്ടത്. അപ്പം നിങ്ങൾ കറിക്കനുസരിച്ചിട്ട് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സിമ്പിൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ സാദാ ചോറിൻ്റെ കൂടെ പൊറോട്ടൻ്റെ കൂടെ ഒക്കെ കഴിക്കട്ടോ. ചിക്കൻ കറി പിന്നെ എന്തിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണല്ലോ അല്ലേ. പിന്നെ അതാ കുറച്ച് ഉള്ളി സാലഡും ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. ഉള്ളിയും അതേപോലെ ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് പച്ചമുളകും ഒക്കെ കട്ട് ചെയ്ത് തൈര് ഒഴിച്ചു കൊടുത്ത് ഉപ്പൊക്കെ ഇട്ടത് അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നെയ്ച്ചോറും നെയ്ച്ചോറ് ഞാൻ നേരത്തെ കാണിച്ചല്ലോ. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ചിക്കൻ കറിയായി. അങ്ങനെ കുക്കിങ്ങൊക്കെ ഒന്ന് നേരത്തെ തീർത്തു കേട്ടോ. ഒന്ന് ഞായറാഴ്ചയാണല്ലോ, അപ്പം ഇന്ന് ഒഴിവുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ വേഗം പണികളൊക്കെ തീർത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ചതാട്ടോ. അപ്പം അങ്ങനെ കിച്ചണിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ അകടിച്ചുവാലും തുടക്കലൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ അനിയത്തിക്കുട്ടി ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഓള് നല്ല എന്താ കാണാണ് കേട്ടോ ഫോണിൽ. ചിലപ്പോൾ നല്ല നല്ല പാട്ടുകൾ ഇങ്ങനെ കേൾക്കണതാണ് കേട്ടോ, മാപ്പിളപ്പാട്ടുകൾ. ചിലപ്പോൾ അത് കണ്ടിരിക്കും, അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും സീരിയലോ എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കും കേട്ടോ. പഴയ സീരിയലൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കാണും, കഥകളൊക്കെ അറിയുകയും ചെയ്യും കേട്ടോ. ഭയങ്കര സീരിയലിലാണല്ലോ അമ്മയും അച്ഛനും. അമ്മയും അച്ഛനോ? നിങ്ങൾക്കറിയോ ചന്ദനമായും പരസ്പരമൊക്കെ എന്റെ കുഞ്ഞമ്മായി കണ്ട സീരിയലുകളാണ്. എന്നിട്ടും യൂട്യൂബിൽ ഇരുന്ന് കണ്ട് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കണ്ടു തീർത്ത മുതലാണ്.
അപ്പോൾ ഒരിക്കൽ ഞാൻ ചോറൊക്കെ കൊടുത്തിക്കണം കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി. അപ്പോൾ പിന്നെ അതൊക്കെ ചെയ്തിട്ടേ ഞാൻ പിന്നെ കഴിക്കുള്ളൂ. അപ്പം ഓര് പിന്നെ വിശന്നിരിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് കുട്ടികൾ വീട്ടിലുള്ള ദിവസമാകുമ്പോൾ ഓർക്ക് നേരത്തെ തന്നെ കൊടുക്കാൻ നോക്കലുണ്ട്. അപ്പോൾ ഓർക്ക് ഫുഡൊക്കെ വിളമ്പി കൊടുത്ത് ഓരോ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ പിന്നെ മക്കൾ തന്നെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ട് കിച്ചണിക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം ഇനി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്താണ് കേട്ടോ പിന്നെ ചെയ്യൽ. ഇപ്പോൾ സമയം 12:30 കഴിഞ്ഞു, 12:45. അപ്പോൾ ഇനി വേഗം എഡിറ്റ് ചെയ്ത് നിങ്ങളെ മുന്നിലേക്ക് വീഡിയോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ ദിവസങ്ങളും കടന്നു പോണത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഫുഡ് കഴിക്കാനിരിക്കുക. അപ്പോൾ എൻ്റെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കൽ ചിലപ്പോൾ ഒരു 3 മണിയൊക്കെ കഴിയും കേട്ടോ. ചില സമയത്ത് ചിലപ്പോൾ ഒരു 2:30, 2:45 ആവും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ കഴിക്കാനായപ്പോൾ തന്നെ ചോറൊക്കെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ ചിലപ്പോൾ എന്താ പറയുക, അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നെയ്ച്ചോറിൻ്റെ അരി ഇല്ലെങ്കിലും റേഷൻ കടയിലത്തെ അരി വെച്ചിട്ടാണെങ്കിലും ഞാനത് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്തായാലും അടിപൊളിയേനി. ചിക്കൻ കറിയും തൈരൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. ഒരു പപ്പടത്തിൻ്റെ കുറവും കൂടെ ഉണ്ടായിന് കേട്ടോ. പപ്പടം പിന്നെ ഇല്ല ഇനി, അതുകൊണ്ട് പിന്നെ പൊരിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എൻ്റെ സന്തോഷങ്ങളും എൻ്റെ എന്താ പറയുക അടുക്കള വിശേഷങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ വീഡിയോയിൽ ഉണ്ടാവുക. പിന്നെ ചില കമൻറ്റിലൊക്കെ കാണാം നിങ്ങൾ വെറും ഫുഡ് ഉണ്ടാക്കണത് മാത്രം കാണിച്ചിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ കാണിക്കുമെന്ന് പറയലുണ്ട്. അപ്പോൾ എനിക്ക് കാണിക്കാൻ തന്നെയാണ് ഇഷ്ടം. അതേപോലെ എന്താ പറയുക, നമുക്ക് സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് ഇങ്ങനത്തെ വീഡിയോ കാണുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.